നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് കയറി വരുന്ന ഒഴിവാക്കാൻ എന്ത് ചെയ്യും നമ്മള്? അല്ല, പ്രാണിഹീനി പഠിക്കണമെന്നുള്ളത് അറിയാം മാഡം. ഇതൊരു വലിയ കടലാന്ന് വിചാരിക്കുക, മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റെപ്പ് വെക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, 5, 10, ഒരു 25ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ആണ് ഈ സംഭവം നടക്കുക. ഏത് നെഗറ്റീവ് തോട്ട്സ് വരുന്നൊക്കെ ഏകദേശം ഒറ്റയടിക്ക് തന്നെ ഒഴിവാക്കുന്ന പരിപാടി. നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മാസ്റ്ററിയാണ്, പ്യൂരിഫിക്കേഷനാണ്. നമ്മൾ ഒരു സ്റ്റെപ്പുമേ ഇവിടെ വെച്ചിട്ടില്ല. നമുക്ക് 25ാമത്തെ സ്റ്റെപ്പ് വേണം. അങ്ങനത്തെ ചോദ്യമാണിത്. നിങ്ങൾ കുറ്റം പറയില്ല. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്, എങ്ങനെ നെഗറ്റീവ് തോട്ട്. ഞാനത് പറയും, എത്ര വിളിച്ച് പറയാം. ഇതാണ് സംഭവം. അത്രയും നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് പ്യൂരിഫിക്കേഷനാണ്. കാരണം ഒരുപാട് ബോഡീസ് ഉണ്ട്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ എന്താ പറയുക, ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് സിനാറിയോ നിങ്ങൾ ചിന്തിക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായി, നിങ്ങൾ വിചാരിക്കുക ഇനി ചിന്തിക്കണ്ട വിചാരിച്ചാൽ നിങ്ങളുടെ ചക്രയിൽ അത് രജിസ്റ്റർ ആയിട്ടുണ്ട്. ചക്ര തന്നെ അങ്ങ് ട്രിഗർ ചെയ്യും. ചിന്തി. ഇപ്പം സാധാരണ ഈ ഒരു സ്റ്റെപ്പും വെക്കാത്തവന് എന്ത് ചക്ര? ചക്ര എന്ന് പറഞ്ഞാൽ നിലച്ചക്രം എന്ന് പറഞ്ഞ ടീമാണ്. അപ്പോൾ അവിടെ നമ്മൾ അതിനെക്കുറിച്ചുള്ള നോളേജ് വരണം, പ്രാക്ടീസസ് വരണം, നമ്മളത് സ്ഥിരമായി ഫോളോ ചെയ്യണം. അങ്ങനെ പോയി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് മാസ്റ്ററി വരിക. ഫിസിക്കലായിട്ട് ബോഡിയിൽ മാസ്റ്ററി വരുന്നു, ഫസ്റ്റ് ഇനീഷ്യേഷൻ. ഇമോഷൻ ബോഡിയിൽ മാസ്റ്ററി, ഇമോഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ആസ്ട്രൽ ബോഡി മാസ്റ്ററി വരുന്നു, സെക്കൻഡ് ഇനീഷ്യേഷൻ. അങ്ങനെ വരിക. അപ്പോൾ ഇറങ്ങിക്കോളൂ.